അപ്പൊ നമ്മള് ഉപ്പുള്ള ഫസ്റ്റിലത്തെ ആനിവേഴ്സറി ഉപ്പാക്ക് എന്താ പറയാനില്ല കെട്ടിച്ചു കിട്ടേല്. ഞാനിതാ നദീർക്കാക്കില്ലേ ഒരു ഷൂ വാങ്ങി വെച്ചിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോ ഗൈസ്, ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി ആണ്. മോളെ കല്യാണം കഴിക്കാൻ ഫസ്റ്റ് ഇന്റർവ്യൂലെല്ലാം പറഞ്ഞല്ലോ. എന്താന്ന് വെച്ചാൽ നമ്മള് രാവിലെ മർസി പറഞ്ഞിന് ഇന്ന് ബാപ്പാന്റെ ഉമ്മിന്റെ കല്യാണം കഴിച്ച ദിവസമാണ്. അന്നേരം ഓള് പറയുന്ന വെച്ചാൽ ബാപ്പ എന്നെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഉമ്മീനെ കല്യാണം കഴിച്ച് അത് തന്നെ കല്യാണം കഴിക്കാൻ അങ്ങനെ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് നമ്മളെ 9ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്, 9th വെഡിങ് ആനിവേഴ്സറി ആണ്. 9 വർഷം നെസ് ബേബി വന്നിട്ടുള്ള മൂന്നാമത്തെ ആനിവേഴ്സറി. ജസിന്റെ ഡ്രസ് എല്ലാം എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ അല്ലേ? അപ്പം നമ്മള് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു 5-6 വർഷം വരെ നമ്മള് കേക്ക് കട്ടിങ്ങും പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഡെക്കോറൊക്കെ ചെയ്തിട്ട് സംഭവം കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ടായിന്. പക്ഷെ 2 വർഷമായി നമ്മള് കേക്ക് കട്ടിംഗ് ഒന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് നെസുവിന്റെ ഡെലിവറി ചെയ്ത ഫസ്റ്റത്തെ ഇന്ന് ചെയ്തിട്ടില്ല. ഇല്ല, ബർത്ത്ഡേ ഉണ്ട്. എന്റെ ബർത്ത്ഡേ മോളെ ബർത്ത്ഡേ അല്ല, മോളെ ബർത്ത്ഡേ ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരിയിലാണ്. അപ്പൊ ഇന്ന് ഇനിയിപ്പോ നമ്മള് ചെറിയൊരു പരിപാടി പുറത്തെല്ലാം പോയിട്ട് ഒന്ന് ഫാമിലി ആയിട്ട് എന്നെ ഈ വിലപ്പെട്ട സാധനത്തിന് ഈ സാധനത്തിലേക്ക് ഏൽപ്പിച്ചിന്. അപ്പൊ അവരുമായിട്ട് നമ്മള് കുറച്ച് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാം. നമ്മള് നെസ് ബേബിക്ക് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ലൗല പിന്നെ സൺഷൈൻ സിംഗാർ ആണ് കേട്ടോ. ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് പിങ്കും അതുപോലെ തന്നെ യെല്ലോവും പിന്നെ ഈ ബ്ലൂ കളറാണ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് കളർ ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു സാധനമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നെസ് ബേബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇതിപ്പോ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സിംഗാർ വാങ്ങിക്കൊടുക്കുന്നത് അവരുടെ മോട്ടോർ സ്കില്ല് അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കോർഡിനേഷൻ സ്കിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ കുട്ടികൾ ഇത് എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ സേഫ്റ്റി ആൻഡ് കംഫർട്ട് കൂടി നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. ഇത് നമുക്ക് 3 വയസ്സ് മുതൽ മേൽപോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് സ്ട്രോങ് ഡ്യൂറബിൾ അതുപോലെ തന്നെ BPA ഫ്രീ കൂടിയാണ്. ഇതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഓടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇലക്ട്രിസിറ്റിയോ ഗിയർസോ പെഡൽസോ ഒന്നും തന്നെ ആവശ്യമില്ല. ആർക്ക് ഷേപ്ഡ് ആയിട്ടുള്ള ഹാൻഡിലാണ് കേട്ടോ ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തേക്കും ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ 360 ഡിഗ്രി ടേൺ ചെയ്തിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ മേലിൽ നോൺ സ്ലിപ്പറി ഫുട്ട് മാറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കാലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഇത് മൂവ് ചെയ്യാം. ഇവിടെ അങ്ങനെ കാലങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസും കാര്യമൊന്നുമില്ല. ഇതിന്റെ ഡിസൈൻ ഇങ്ങനെ ഒരു കർവ് ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. പിന്നെ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീൽ കവർ വരുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. അങ്ങനെ വലിയ വെയിറ്റും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്ത് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലെ ഒരു സിംഗാർ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൗല പിന്നെ സൺഷൈൻ സിംഗാർ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ആനിവേഴ്സറിക്ക് വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടാ. നമ്മളെ ഉപ്പ ഉണ്ട്. ഇതുവരെ കല്യാണം കഴിച്ചിട്ട് നമ്മളൊരു ആനിവേഴ്സറിക്ക് ഉപ്പ ഉണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ ഉപ്പാക്ക് ഇപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമാണ് ലീവ് ഉണ്ടായാല്. ഇപ്പം ഈ വർഷം ഉപ്പ ലീവിന് വരാത്തതുകൊണ്ട് തന്നെ ഒരു 10-15 ദിവസത്തേക്ക് വന്നതാണ് കേട്ടാ ഈ ഒരു ടൈം. അതുകൊണ്ട് ആക്ക് ആനിവേഴ്സറി കിട്ടി. മോള് വന്നിട്ട് മോക്ക് രണ്ടാമത്തെ പക്ഷെ എന്നാലും ഇല്ലേ നമ്മളെ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചേഞ്ച് ചെയ്യും കേട്ടാ. ആ ഒരു പരിപാടിയുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം ഗൈസ് എന്റെ വക ഒന്നുമില്ല രതീർക്കാക്ക്. ഞാന് മർസിക്ക് ചെറിയൊരു ഗിഫ്റ്റ്, അത് ഗിഫ്റ്റ് പറയാൻ കഴിയില്ല, നമ്മൾ ഓൾറെഡി ഉള്ള സാധനം ഒന്ന് ചേഞ്ച് ചെയ്ത് അതിന്റെ കൂടുതൽ വേറൊരു സാധനമാക്കി മാറ്റിയെടുത്തു. അപ്പൊ പിന്നെ നമ്മള് വിചാരിച്ച ആനിവേഴ്സറിക്ക് നദീർക്കാന്റെ വക എന്നുള്ള ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, മോളെ കയ്യിലുള്ള
മോളെ കയ്യിലല്ല, എൻ്റെ കയ്യിലുണ്ട്. നമ്മള് ഇൻട്രോയിൽ ചിലപ്പോ പാടിക്ക് ഇത് ചെറുങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതാ അങ്ങനെയല്ല നെതിർക്കത്, ഇങ്ങനെയാണ് ബട്ടർഫ്ലൈ. തിരിഞ്ഞുപോയി. ഇങ്ങനെ എൻ്റെ കയ്യിലിട്ടെന്നോ ബിസ്മിയും കൂട്ടിയിട്ട്. എന്താ ഉമ്മിക്ക് ഇട്ട് കൊടുക്കട്ടെ ഇത്? ഇവിടെ കുഴപ്പമില്ലല്ലോ. ഉമ്മിന്റെ കഴിക്കലേ ബാപ്പിയില്ലേ റിങ് ഇട്ടെന്നിട്ട് ഉമ്മിന് ഒന്നുകൂടെ കല്യാണം കഴിക്കലേ. ആ ഇന്ന് കല്യാണാന്ന്. ഓള് വരും കല്യാണത്തിന്. താങ്ക് യു. അപ്പൊ നദീർക്ക എനിക്ക് അടിപൊളി മോതിരെല്ലാം വാങ്ങി തന്നു. താങ്ക് യു നദീർക്ക. അപ്പൊ ഞാൻ എന്തെങ്കിലും നദീർക്കാക്ക് കൊടുക്കാണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കണ്ടു വെച്ചിട്ടുണ്ട് അല്ലേ അല്ലേ? സത്യമായിട്ട് നദീർക്കാക്ക് അതറിയില്ല കേട്ടോ. നദീർക്കാന്റെ ആ ഒരു എക്സ്പ്രഷൻ ഞാൻ കാണിച്ചു തരാം. പറ്റിച്ചത് ബാപ്പാക്കൊന്നുമില്ല. ഉണ്ട് കേട്ടാ, ഉണ്ട്. ആ ഇവിടെ പിടിക്ക്. ഞാനിതാ നദീർക്കാക്കില്ലേ ഒരു ഷൂ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറെ കാണാണ്ട് ഇവിടെ ബെഡിന്റെ ഉമ്മാന്റെ റൂമിൽ ബെഡിന്റെ സൈഡ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചതായിട്ടല്ലോ. ഹലോ 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 ബാക്ക്ഗ്രൗണ്ടെല്ലാം ഇഗ്നോർ ചെയ്തേട്ടാ. പിന്നെ ഇതെന്റെ ആദ്യത്തെ, അതായത് ഞാൻ വർക്കിന്, അതായത് എന്റെ ക്യാഷ് അതുകൊണ്ട് നദീർക്ക് അറിയാണ്ടിരുന്നു. ഇല്ലെങ്കിൽ എപ്പായാലും നദീർക്ക് അറിയാം. ഇത് ബാപ്പാക്ക് ഉമ്മിയില്ലേ കല്യാണം കഴിച്ച ദിവസം ഗിഫ്റ്റ് ഷൂ ആയിരിക്കും അല്ലേ? എങ്ങനെയുണ്ട്? ഇതാ മുഫീദ് നേരത്തെ എന്നെ വിളിച്ചേ? അതെയാ? മോനോട് ഞാൻ രാവിലെ പറഞ്ഞിട്ട് പിന്നെ ഓൻ പറഞ്ഞ വാങ്ങിച്ച ഗിഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യട്ടാ. എന്തായാലും ഇതിന്റെ അത്ര അടിപൊളി ഒന്നും ആയിരിക്കില്ല. എന്തായാലും കുഴപ്പമില്ല. സാധനം എത്ര ചെറുതാണോ വലുതാണോ എന്നല്ല, ഗിഫ്റ്റ് അതാണ് പ്രാധാന്യം. നദീർക്കാന്റെ ഷൂ ഇല്ലേ കൊറേ നാളായി ഞാൻ മാറ്റാൻ വേണ്ടി പറയുന്ന ആള് മാറ്റുന്നില്ല. ശരി കുഴപ്പമില്ല കുഴപ്പമില്ല. പിന്നെ ഞാനിത് മാറ്റില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, മാറ്റില്ല. ഓർക്ക് വേണ്ട ഒരു സാധനം ഓറ് വാങ്ങിക്കൂല. ഇട്ടോക്കെ ഇനി ഇതന്നെ ഇട്ടിട്ട് നമുക്ക് പോവാം. കൂട്ടി ഇട്ട അധികം ഞാൻ എതിർക്കാക്ക ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് എന്തായാലും വാങ്ങിക്കലുണ്ട് അല്ലേ? കാരണം ആ സമയം കറക്റ്റ് ഇങ്ങനെ ഷൂ മോശാവലുണ്ട്. പിന്നെ ഞാൻ ഈ ഷൂ വാങ്ങാതെ എന്തുകൊണ്ടാന്നറിയാം, നിന്റെ വക ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാൻ വേണ്ടിട്ടാണ്. പിന്നെ ഇല്ലെങ്കിൽ ഓർക്ക് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. ടീഷർട്ട് പാന്റ് കാര്യങ്ങൾ അമ്മ എപ്പോ വാങ്ങിക്കുന്നതാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഞാൻ നോക്കിയത് എന്താ നദീർക്ക, നിങ്ങൾക്കൊരു ചെയിൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു എനിക്ക് സിൽവറിന്റെ. പിന്നെന്ന് വെച്ചാ ഞാനിപ്പോ എന്തായാലും പോവാൻ പറ്റൂലല്ലോ. ശരിക്കും നദീർക്ക് നിങ്ങൾക്ക് ഇഷ്ടായിനാ? അപ്പൊ നമ്മള് ഉപ്പുള്ള ഫസ്റ്റിലത്തെ ആനിവേഴ്സറി ഉപ്പാക്ക് എന്താ പറയാനുള്ള കെട്ടിച്ചു കിട്ടേല്? നിങ്ങളെ പിയാപ്പളെ കുറിച്ച് രണ്ട് വേർഡ്. ഉപ്പാപ്പന്റെ പുതിയാപ്പള ഉപ്പാപ്പന്റെ പുതിയാപ്പള മോളെ വാപ്പ ഉപ്പാപ്പന്റെ പുതിയാപ്പള. പിന്നെ ഇന്ന് നൈറ്റ് അല്ല, നാളെ വെളുപ്പിന് മുഫീദ് പോകും. അപ്പൊ ഇന്നും കൂടി ആള് ഇവിടെ ഉള്ളു കേട്ടോ. പോൻക്ക് കൊണ്ടുപോകേണ്ട സംഭവം ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുത് തന്നെ, ഫുള്ള് ഓൻ്റെ തന്നെയാണ്. ഇനി ഇതാ സ്നാക്കും കാര്യമെല്ലാം എടുത്ത് അതിൽ വെക്കാനുണ്ട്. പിന്നെ ആ ഒരു ബാഗും ഈ ഒരു കുഞ്ഞി ബാഗും ആയിട്ടാ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മുടെ മിലു ബേബിയും ഫുള്ള് റെഡിയെല്ലാം ആയിട്ട് ഉള്ളത് കേട്ടാ. റുത റെഡി ആവുന്നുണ്ട്. പാപ്പാക്ക് ഇപ്രാവശ്യം വന്നേരം സമയമില്ല കേട്ടാ. നിസു ബേബിയും ഉണ്ട് മിലു ഉണ്ട്. രണ്ടാളെ മാറി മാറി നോക്കലെന്നല്ലേ. പാട്ട് പാടാനൊന്നും സമയമില്ല. മറ്റേ എപ്പോ സമയം ഒരുപാട് ഇല്ലാണ്ടുണ്ട്. ഇപ്പൊ കൊച്ചുമക്കളെ വെച്ചിരിക്കലെന്നെ. എന്താണ് ആ കുഞ്ഞിക്ക് വേറെ ഇന്നലെ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ നമ്മള് വേറെ ഡ്രസ് ബ്ലാക്ക്.
ഇതെടുക്കണ്ടേ, ഹോൾഡർ എടുക്കണ്ടേ? ഇവിടെ ഇത് വെക്ക്. അല്ലെങ്കിൽ മോള് പാപ്പാന്റെ മുന്നില് ഉപ്പ കയറിക്കോള് അതിലോട്ട് വരും. ചെരുപ്പെടുത്താ നെസുവിന്റെ. ഹലോ, നമ്മുടെ ബേബിനെ ഇവിടെ കിടത്തിയേട്ടാ. രണ്ടാമത്തെ ട്രീക്കാട്ടാ. അതിന് പാപ്പാക്കും ഉമ്മിക്കുമല്ലേ അവർക്ക് കസാര എടുക്കുക. അങ്ങനെ പാത്തുമ്മാന്റെ ഗിഫ്റ്റാന്ന് കേട്ടാ. പൊളിച്ചോ? പെട്ടിച്ചാ കാലിപ്പെട്ടിയാ? ഇങ്ങോട്ട് കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്. ടാമിന്റെ റിങ്ങിലുണ്ടല്ലോ ഇത്. ഒറിജിനൽ മോതിരം. സംഭവം മോതിരോ സെറ്റ് ഇഷ്ടപ്പെട്ടേട്ടാ. താങ്ക് യു, താങ്ക് യു. അതെന്താ ലൈറ്റ് കത്തുവാ? എടാ അത് നമുക്ക് വീട്ടിൽ പോയി കാണിക്കാം. മിന്നോ അങ്ങനെ ഷാബാസ് അഡാപ്റ്ററും കൊണ്ടിരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഈ വീഡിയോയില് വേറെ കാണുന്നട്ടാ. വീഡിയോയില് ലൈറ്റ് കൂടുതലാണ്. നമ്മളെ നെസ് ബേബിന്റെ ആൽഫ്രഡോ പാസ്ത വന്നിട്ടുണ്ട് കേട്ടോ. പുക പോന്ന പുക. ഫാത്തിമാന്റെ പിസ്സ ആദ്യം ഉണ്ടായ ചിക്കൻ 65 ആണ് ഇവിടെ പോയത്. പിന്നെ ഇത് മാറി മാറി എന്തായി പിസ്സ. അത് പോയാ ഇഷ്ടം. നിനക്ക് ചിക്കൻ എന്തും പറ്റൂല്ലേ മർസീനെ പോലെ? അതായത് അവരെ സിഗ്നേച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും ചിക്കൻ അല്ലാണ്ട് നമ്മളിപ്പോ എനിക്കെന്തായാലും പ്രശ്നമില്ല. അതങ്ങനെയാണ്. പക്ഷെ അതിന് ആ ഫുഡ് അല്ലാത്തോണ്ടാണ്. ചൂടുണ്ടേ അത് പിടിച്ചോ. 2 ഉണ്ടല്ലോ. നമുക്ക് സ്ഥലമാക്കി തന്നു ഗൈസ്. ഇത്തിരി സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. കിടന്നുറങ്ങല്ലേ? ഇങ്ങോട്ടിറങ്ങാം. നമ്മള് ഫ്രൈഡ് ചിക്കനും പിന്നെ അതുപോലെ തന്നെ നെസൂന് പാസ്തയാണ് പറഞ്ഞിട്ടുണ്ടായത്. ഫാത്തിമക്ക് പറയണ ആലോചിക്കട്ടെ. അപ്പൊക്ക് ഇത് കൂട്ടിട്ട് പോവല്ലേ? എനിക്കെന്താ വേറെന്താ പറയണ? വേണ്ടേ? എന്നാ നീ അപ്പുറം മാറിയില്ലേ? നമ്മുടെ ഫുഡ് വന്നേട്ടാ. കേട്ടില്ല. അപ്പൊ നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് എത്തിയേ. നമ്മളങ്ങനെ വീട്ടിലെത്തിയട്ടാ. യസു ഉറങ്ങി എപ്പോഴെങ്കിലേ കിടത്തിയേ. അപ്പൊ ഗൈസ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ആനിവേഴ്സറി ഉണ്ടായത്. വലിയ സെലിബ്രേഷനും ഒന്നും സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടായിരിക്കുമല്ലോ നദിയൊക്കെ നമ്മളെ ആനിവേഴ്സറിക്ക് കേക്ക് കട്ടിങ് ഇല്ലാത്തത്.
കേക്ക് കട്ടിങ് ഒന്നും ഇല്ല, ജസ്റ്റ് ഇവിടെ ഉപ്പാതെ എന്റെ ഉപ്പാതായിട്ടാണ് നമ്മളെ ആനിവേഴ്സറിക്ക് ആനിവേഴ്സറിക്ക് ഉണ്ടാകുന്നത്. നമ്മള് നെസൂന്റെ ബർത്ത്ഡേക്ക് ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ ഉപ്പാപ്പ? നെസൂന്റെ ബർത്ത്ഡേക്ക് ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ പുറത്തേക്ക് പോയെന്നാ. നിങ്ങൾക്ക് അറിയാലോ നമ്മള് വീഡിയോ ഇല്ല, ഉപ്പാപ്പ ഉണ്ടായിട്ടില്ല. ഇല്ലല്ല, അത് നമ്മളെ ആനിവേഴ്സറിക്കല്ലേ നമ്മൾ അന്ന് പോയത്. അപ്പൊ അന്നത്തെ ദിവസം അസീഫും ഉണ്ടായിട്ടില്ല, മുഫീദും ഉണ്ടായിട്ടില്ല. മുഫീദ് അന്നത്തെ ദിവസമാണ് പോയിട്ടുണ്ടായത്. അന്നത്തെ ദിവസം പുലർച്ചക്ക്, അതായത് 28-ാം തീയതി പുലർച്ചക്ക് അല്ലെ അങ്ങനെ പോയിട്ടുണ്ടായത്. അപ്പൊ മസീഫിന് ഒരു പ്രോഗ്രാം ഉണ്ട്, എന്തോ പാട്ട് പരിപാടിയായിട്ട് ഉണ്ടായിന്. അപ്പൊ ഇവനിക്ക് എന്തോ വിസേന്റെ ടിക്കറ്റ് എന്തോ വാങ്ങാൻ വേണ്ടി പോകാണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോ നല്ല ലൈറ്റ് ആയിന് അല്ലെ മുഫീദ്. അപ്പോൾ നമ്മളെ എന്താ പറയാ 2 മാസം അല്ല 2 മാസം 1 മാസം കഴിഞ്ഞിട്ട് നമ്മള് വെഡിങ് ആനിവേഴ്സറിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ വ്ളോഗർ ആയിരിക്കും നമ്മളെ. അപ്പൊ ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.